ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് എടുത്തു പറയാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആരാധകരുണ്ട്, സോഷ്യൽ മീഡിയയിൽ കുറച്ച് റെക്കോർഡുണ്ട്, പിന്നെ കുറച്ച് യങ് താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അല്ലാതെ സ്വന്തമായിട്ടൊരു കിരീടം ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു കേരള പ്രീമിയർ ലീഗ് കിരീടം കേരള ബ്ലാസ്റ്റേഴ്സിന് ഫൈനലിൽ ഗോകുലത്തിനെ പരാജയപ്പെടുത്തി സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആകെയുള്ളൊരു കിരീട നേട്ടം. നാഷണൽ ലെവലിൽ ഒന്നും തന്നെ നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല, 3 തവണ ISL ഫൈനലിസ്റ്റുകളായതൊഴിച്ച്. പക്ഷെ ഇത്തവണ നാഷണൽ ലെവലിൽ കിരീടം നേടിയെന്ന് തള്ളാനുള്ള ഒരു വകുപ്പൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് വരുന്നുണ്ട്. പക്ഷെ അത് തള്ളാനൊന്നും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാബു സാഹിബ് ബന്ദേക്കർ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ചില മത്സരങ്ങളിൽ പരാജയപ്പെട്ടും ചില മത്സരങ്ങളിൽ വിജയിച്ചുമൊക്കെയാണ് ഈ ബാബു സാഹിബ് ബന്ദോൾക്കർ ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നത്. നേരത്തെ ഇതിനെ ബന്ദോൾക്കർ ട്രോഫി എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഗോവ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ ഒരു ടൂർണമെന്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകൾ ഇൻവൈറ്റീസ് ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഗോവ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ഒരു ടൂർണമെന്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നത് കൊണ്ട് ഇതിനെ ഒരു അഖിലേന്ത്യാ ടൂർണമെന്റ് ആയിട്ട് തള്ളാനും കിരീടം നേടിക്കഴിഞ്ഞാൽ ആദ്യത്തെ നാഷണൽ ലെവൽ കിരീടം ഒന്ന് തള്ളാനും ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ല. സോ ഈ ഒരു ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിലെ എതിരാളികൾ സെസ ഫുട്ബോൾ അക്കാദമിയാണ്. അപ്പം പറഞ്ഞു വന്നത് ബന്ദോൾക്കർ ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ്. ഇപ്പം ഞങ്ങൾ സെമി ഫൈനലിൽ കടന്നൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ചോദിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം കോച്ചായിട്ടുള്ള തോമസ് ടിഷ്യോസ് ട്വിറ്ററിൽ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ആരാധകർ കണ്ടറിഞ്ഞ് വരുന്നുണ്ട്. മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസർവ് ടീം അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നതുമുണ്ട്. എന്നാലും ഒരു വലിയ തള്ളിനൊന്നും നിൽക്കുന്നില്ല. കിരീടം നേടിയാൽ നേടിയിട്ട് തള്ളാം.